ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ എന്താണെന്നുള്ളത് പറയാൻ പറ്റുമോ? അപ്പോൾ എന്താണെന്ന് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫയലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കത്രിക, ടേപ്പ് ഉള്ളവരെടുത്താൽ മതി, അല്ലെങ്കിൽ പശ എടുക്കുന്നതൊക്കെ നല്ലത്. എൻ്റെ അടുത്ത് പശ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ പേപ്പർ എടുക്കാം. ഏത് കളർ പേപ്പർ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിങ്ങനെ സൈഡിൽ മടക്കാം, നടു ഫുള്ളായിട്ട് മടക്കണ്ട, കുറച്ച് ഭാഗം പകുതിയാക്കിയിട്ട് മടക്കാം. ഞാൻ കാണിക്കുന്ന പോലെ മടക്കാം കേട്ടോ. എന്നിട്ട് അതെല്ലാം നല്ലപോലെ അമർത്തി കൊടുക്കുക. ഇത് ഈ മുകളിലുള്ള ഭാഗം ഉണ്ടല്ലോ, അതുപോലെ ബാക്കി വേണം. പിന്നെ എല്ലാ സൈഡും ഒപ്പാണോന്നും കൂടി ഒന്ന് നോക്കുക കേട്ടോ. എല്ലാ സൈഡും ഒപ്പാക്കിയതിന് ശേഷം ആ സൈഡ് ഇതേപോലെ മടക്കി കൊടുക്കാം. നമുക്ക് ഫയലിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവും ഒരു വീക്കോണ് പോലെ, അതേപോലെ രണ്ട് സൈഡും മടക്കി കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ആ സൈഡിൽ ഞാൻ മടക്കിയ ഭാഗം ഒന്ന് വെട്ടി കൊടുക്കാം. അപ്പോൾ ഫയലിൻ്റെ അതേ ഒരു രൂപം നമുക്ക് കിട്ടുന്ന കേട്ടോ. കണ്ടല്ലോ, ഇതേപോലെ ഒരു കുഞ്ഞു ഫയൽ പോലെ ഒരു രൂപം കിട്ടും. അപ്പോൾ കണ്ടല്ലോ, മടക്കുമ്പോൾ ഒരു കുഞ്ഞു ഫയലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിനി നമുക്ക് ടാപ്പിട്ട് ഒട്ടിക്കണം. അപ്പോൾ ഒക്കെ ഒപ്പാണോന്നും കൂടി നല്ലപോലെ ഒന്ന് നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് ടാപ്പിൽ ആണുള്ളത്, അതുകൊണ്ട് ടേപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ റെഡിയായി വരണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, പശ ഉള്ളതായിരിക്കും നല്ലത്, അതാകുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. എൻ്റെ അടുത്ത് ടാപ്പാണുള്ളത്, അതുകൊണ്ടാണ് ഞാൻ നീറ്റായിട്ട് നിലത്തൊക്കെ വെച്ച് ഒട്ടിക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ അല്ലെങ്കിൽ പേപ്പറിൽ കൂടെ ഒട്ടിയിട്ടുണ്ടെങ്കിൽ പേപ്പർ പിന്നെ വലിക്കുമ്പോൾ ആകെ പീസായിട്ട് പോരും. അപ്പോൾ എല്ലാ സൈഡും കറക്റ്റാണെന്ന് നോക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്നതായിരിക്കും. അങ്ങനെ അവിടെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ സൈഡ് ഒട്ടിച്ചു. പിന്നെ ബാക്കി അടിയിലുണ്ടായിരുന്നു, നമ്മൾ വെട്ടി കൊടുക്കാം. ഓക്കെ, ഞാൻ ഇപ്പോഴത്തെ സൈഡും നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. എന്താ ഗൈസ്, രണ്ട് സൈഡും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ ഫയലിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇനി ഈ ഭാഗത്തും കൂടെ അടിച്ചു കൊടുക്കാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്ത് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ അയിമ ഒട്ടി പിടിച്ചിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല. അതുമല്ല, എടുത്ത് വെക്കുന്ന സാധനങ്ങൾ ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടുവരും. അതുകൊണ്ട് ഫുള്ളായിട്ട് ടാപ്പ് ഒട്ടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതും. ഞാനിങ്ങനെയാണ് ടാപ്പ് ഒട്ടിക്കുന്നത്. എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ടാപ്പാണുള്ളത്. ചെറിയ ടാപ്പാണെങ്കിലും അത് സൈഡിലായിട്ടും ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി. എൻ്റെ അടുത്ത് പശ ഇല്ലാത്തതുകൊണ്ടാണ്. പശ ഉണ്ട്, പിന്നെ പക്ഷേ സൂപ്പർ ഗ്ലൂ അങ്ങനത്തെ പശകളായതുകൊണ്ട് കേട്ടോ. അങ്ങനെ രണ്ട് സൈഡും ഇതേപോലെ രണ്ട് സൈഡിലേക്കും ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ പിന്നെ ഇതേപോലെ നമുക്ക് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ കയ്യിൽ. അങ്ങനെ ആ ടേപ്പിൻ്റെ ബാക്കി സ്പേസൊക്കെ ഒന്ന് വെട്ടി കൊടുക്കണം. അപ്പോൾ കുറച്ച് നീറ്റായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഗൈസ്, എൻ്റെ അഞ്ചനാണ് കാണുന്നത്. അയ്യോ, ചുരുങ്ങി ഗൈസ്, ആകെ ചുരുങ്ങിയിട്ടൊക്കെ ഉണ്ട്. അപ്പം നല്ല സൂക്ഷിച്ചിട്ട് വേണം ഒക്കെ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഫയൽ ഇങ്ങനെ ഓപ്പണും ഇതാക്കുന്ന ഇതിൽ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് ഫയൽ ഇതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഫയൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഇത് വേണ്ടേ. അപ്പോൾ അതിനുള്ളിൽ മെയിനായിട്ട് ടാപ്പ് തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത്. ഇത് കേടാകുന്നൊരു കുഞ്ഞ് പീസാണ്, നമുക്ക് ഒഴിവാക്കാം. നല്ല പീസ് എടുക്കാം. ഇങ്ങനത്തെ ഇനി ഏത് കളറുമാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ അപ്പോൾ പിങ്കാണ് എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ടാണ് ഞാൻ പിങ്ക് എടുത്തത്. ഓക്കെ, അങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അത് നല്ലപോലെ ആവും. ശരിയായത് നല്ലപോലെ നീറ്റായിട്ട് ഒട്ടിച്ച് കണ്ട. ഇങ്ങനെ ഊരുമ്പോൾ ചിലപ്പം പേപ്പർ നമ്മൾ ഇതിൻ്റെ കൂടെ പോരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞത്. അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ നമ്മളെടുത്ത് ക്യൂട്ട് കവായൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് രസം. അതാ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതാണ് ഗൈസ് നമ്മൾ ഫയലിൻ്റെ ഫൈനൽ ലുക്ക്. ഇതാണ് ഗൈസിൻ്റെ മൈ ഗെയിം ബുക്ക്. അതിന് ഞാനൊരു കുഞ്ഞ കവായി എടുക്കുന്നുണ്ട്, സ്റ്റാറിൻ്റെ കവായി ആയിക്കോട്ടെ. അങ്ങനെ നേരെ ക്യൂട്ട് കവായൊക്കെ ഒട്ടിച്ച് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ചിറ്റോറ് ഒട്ടിച്ച് കൊടുക്കാം, അപ്പോൾ നല്ല രസം ഉണ്ടാവും കാണാൻ. ഗൈസ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി അതിലിടാം ഗൈസ്. ഞാൻ പ്രത്യേകിച്ചൊന്നും എഴുതുന്നില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എഴുതിയൊക്കെ ഗൈസ്. മഷി പിടിക്കുന്നില്ല. ഓഹോ, ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതിയേക്കാലോ. അതൊന്നും എഴുതണ്ട നമുക്ക് ഗൈസ്. ഈ ക്യൂട്ട് ബുക്കും ഈ സ്റ്റിക്കിന്നൊക്കെ ഒട്ടൊക്കെ ഒന്നായി നമുക്ക് ഇട്ട് വെക്കാം. അതാകുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഇതായിട്ട് വരുമല്ലോ.
ഇത് ഞാൻ ഉണ്ടാക്കിയ ബുക്കാണ്. ഇതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വിടാം, കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് സ്റ്റിക്കി നോട്ടാണ് ഗൈസ്. എൻ്റെ പകുതി കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത് ഗൈസ്. സെറ്റ്. നിങ്ങൾക്കും ഇത് ഉണ്ടാക്കാൻ സിമ്പിളായിരിക്കും. കൊച്ചു കുട്ടികൾക്കൊക്കെ കത്രിക അങ്ങനത്തെ യൂസ് ചെയ്യാതെ, ഞാൻ പിന്നെ മാർക്കറും കൂടി ഇടുന്നുണ്ട്. കത്രിക അങ്ങനത്തെ യൂസ് ചെയ്ത് പശ അധികം വേണ്ടേനും, വേണമെങ്കിൽ ടേപ്പ് തന്നെ മതി. അങ്ങനെയൊക്കെ നമുക്ക് അടിപൊളിയായിട്ടൊരു കുഞ്ഞു ഫയൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയായിരിക്കും. വേണ്ട ഈ സൈഡിലൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.